ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഒരു ഇഡിയുടെ ഒരു പത്രക്കുറിപ്പിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം കാണാനിടയായ പത്രക്കുറിപ്പ് 29/11/2024 ഇഡിയുടെ ചെന്നൈ ചെന്നൈ സോണൽ ഓഫീസ് ഇറക്കിയ പത്രക്കുറിപ്പാണ്. അതിൽ നമുക്ക് ഹൈറിച്ചുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ ഒരു പത്രക്കുറിപ്പിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ റീസ്റ്റോർ ഓഫ് പ്രോസീഡ്സ് ഓഫ് ക്രൈം, കള്ളമുതൽ അല്ലെങ്കിൽ കൊള്ള മുതൽ അത് ശരിയായ നഷ്ടം സംഭവിച്ച ആൾക്കാർക്ക് തിരിച്ചു കൊടുത്തതിനെ കുറിച്ചാണ്. ഇത് നടന്നിരിക്കുന്നത് 2020 ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. 2020 കേസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് അത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ശരിവെക്കുകയും ഇവരുടെ അറ്റാച്ച്മെൻറ്റ് 23 കോടി വിലയുള്ള സ്ഥലം ആണ് ഇവർ അറ്റാച്ച് ചെയ്തത്. അതിനുശേഷം അത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കൺഫേം ചെയ്തു. അതിനുശേഷം 2021 സെപ്റ്റംബറിൽ അത് ED ആ ഒരു കസ്റ്റഡി ഏറ്റെടുക്കുന്നു, ആ ഒരു പ്രോപ്പർട്ടിയുടെ പൊസഷൻ ഏറ്റെടുക്കുന്നു. 2021 സെപ്റ്റംബർ 6 ED ആ പ്രോപ്പർട്ടി കൈവശം ആക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതിൻ്റെ കുറ്റപത്രമൊക്കെ സമർപ്പിക്കുന്നു. അതിനുശേഷം 2024 അതിൻ്റെ വില, ആ ഒരു പ്രോപ്പർട്ടിയുടെ വില ഇപ്പോൾ 25,38,00,000 അത് ഇതിൻ്റെ ആർക്കാണോ നഷ്ടം സംഭവിച്ചത് അവർക്ക് തിരികെ കൊടുത്തു എന്നുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്തയാണ് ഈ ഒരു പത്രക്കുറിപ്പ്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, ഇവിടെ സ്ക്രീനിലും കാണിക്കാം. അപ്പോൾ ഇത് പറയുന്നത് current value of properties restituted is rupees 25 crores 38 lakh and its restitution to the rightful claimant, ശരിയായ ആൾക്കാർ തന്നെ ഇവർ തിരികെ കൊടുത്തിരിക്കുന്നു. The victims marks a significant steps in the ED's ongoing effort to ensure that the proceeds of crime are returned to those affected. ഇപ്പോൾ EDയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആർക്കാണോ നഷ്ടം സംഭവിച്ചത് അവർക്ക് ഈ ഒരു പ്രൊസീഡ്സ് ഓഫ് ക്രൈം, ഈ കുറ്റത്തിൻ്റെ ഭാഗമായിട്ട് പിടിച്ചെടുക്കുന്ന സാധനങ്ങൾ ആർക്കാണോ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് അവർക്ക്, കുറ്റവാളികൾക്കല്ല, ആർക്കാണോ ഇത്തരം സ്കാമുകളിൽപ്പെട്ട് അല്ലെങ്കിൽ ബാങ്കുകൾ അവർക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തികൾ അവർക്ക് തിരികെ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ EDയുടെ ഒരു പ്രധാനപ്പെട്ട ചുമതലയായിട്ട് അവരെടുക്കുന്നത്. റിട്ടേൺ ടു ദോസ് അഫക്റ്റഡ്, ആർക്കാണോ ഇത് മൂലം ദുരിതം വന്നിരിക്കുന്നത് അവർക്ക് തിരികെ കൊടുക്കുന്നു എന്നുള്ളതാണ്. ED കണ്ടിന്യൂസ് ടു അപ്ഹോൾഡ് ഇറ്റ്സ് കമ്മിറ്റ്മെൻറ്റ്, ഇതാണ് ഇവരുടെ അല്ലെങ്കിൽ ഈ നിയമം നടപ്പിലാക്കുക വഴി ഇത്തരത്തിലുള്ള കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് 2016 മുതൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വ്യാപകമായിട്ട് കഴിഞ്ഞ മെയ്യിൽ കൊൽക്കത്ത PMLA കോടതിയും ഇതുപോലെയുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ChatGPT ഒക്കെ, ചില ChatGPT വിദഗ്ധന്മാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ChatGPT എടുത്ത് നോക്കി കഴിഞ്ഞാൽ റിസ്റ്റോറേഷൻ ഓഫ് പ്രോപ്പർട്ടി PMLA കേസ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിരവധി കേസിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ വരുന്നതായിരിക്കും. നിങ്ങൾ ശ്രമിച്ചു നോക്കുക. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. ഇതുപോലെയുള്ള ഉത്തരവുകൾ കൊച്ചിയിലെ PMLA കോടതിയിൽ നിന്നും ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത്. അല്ലാതെ അങ്ങനെ നിയമമില്ല, ഇതുവരെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നവർ അങ്ങനെ ചോദിച്ചു തന്നെ ആൾക്കാരെ കബളിപ്പിച്ചു തന്നെ ഇരിക്കുക. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. ബൈ.